ഡോക്ടർ കെ സുനിൽ മുഹമ്മദ്, ഇവിടെ ഇതൊക്കെയാണ് ചാൾസ് ജോർജിൻ്റെയും തീരദേശത്തിൻ്റെയും കേരളത്തിൻ്റെയും ആശങ്കകളെ. ഇപ്പോൾ എൽസാത്രി മറിഞ്ഞ് ആ കണ്ടെയ്നർ ഇപ്പോഴും പോയ കണ്ടെയ്നർ മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ പറയുന്ന തീപിടുത്തം ഉണ്ടാകുന്ന കാർബൈഡ് എന്ന കണ്ടെയ്നർ എവിടെയാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഈ പറയുന്ന കാറ്റഗറി 6-ൽപ്പെട്ട വിഷാംശമുള്ള കണ്ടെയ്നറിൽ നിന്ന് കത്തുക അറബിക്കടലിൽ. ഇതിൻ്റെയൊക്കെ ദൂരവ്യാപക പ്രത്യാഘാതം മത്സ്യസമ്പത്തിനെയും നമ്മുടെ അതിവിശാലമായ ജൈവവൈവിധ്യത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന ആഴത്തിലെ പഠനം അനിവാര്യമല്ലേ ഡോക്ടർ കെ സുനിൽ മുഹമ്മദ്? തീർച്ചയായും. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താ സംഭവിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇത് രണ്ടാമത്തെ കപ്പൽ ദുരന്തം ഉണ്ടായ സ്ഥിതിക്ക് ഒരു എമർജൻസി റെസ്പോൺസ് ടീം, മാരിടൈം എമർജൻസി റെസ്പോൺസ് ടീം ശരിക്കും നമ്മുടെ സർക്കാർ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. അത് കൂടാണ്ട് അത് ഉടനെ എന്ന് വെച്ചാൽ അതിനകത്ത് വിദഗ്ധർ വേണം, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിർദ്ദേശിക്കാൻ പറ്റണം. അതുകൂടാണ്ട് പൊല്യൂഷൻ വാച്ച്, മറൈൻ പൊല്യൂഷൻ വാച്ച് അതും വളരെ അനിവാര്യമായിട്ട് വരികയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ രാസവസ്തുക്കൾ വെള്ളത്തിലോ ജീവികളിലോ വരുന്നത് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു വാക്ക് MSC എൽസയുടെ കമ്പനി പറഞ്ഞത് എവിഡൻസ് ഓഫ് ഡാമേജ് എന്നാണ് പറയണത്. അതിനാണ് കോമ്പൻസേഷൻ. അപ്പോൾ ആ എവിഡൻസ് നമുക്ക് ഉടനെ കിട്ടാൻ സാധ്യത കുറവാണ്. അതും ശാസ്ത്രീയമായ എവിഡൻസ് കാണണമെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലോ 2 കൊല്ലോ ഒക്കെ എടുത്തു നിന്നിരിക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇതിന് പറ്റിയ ടീമുകളെ നമ്മൾ സ്റ്റേറ്റ് അതിനെ സംഘടിച്ച് മറൈൻ പൊല്യൂഷൻ വാച്ചും എമർജൻസി റെസ്പോൺസ് മാരിടൈം എമർജൻസി റെസ്പോൺസ് ടീമും ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ അപകടമാണല്ലോ വരുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണല്ലോ ശ്രീലങ്കയുടെ അടുത്ത് വെച്ച് ഭാഗ്യത്തിന് നമ്മുടെ ഇവിടെ അല്ലായിരുന്നു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പോർട്ടായ സ്ഥിതിക്ക് കപ്പൽ മൂവ്മെൻറ്റ് വളരെയധികം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഉടനെ തന്നെ ഒരു മാരിടൈം എമർജൻസി റെസ്പോൺസ് ടീം രൂപീകരിക്കേണ്ടതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ മറൈൻ പൊല്യൂഷൻ വാച്ചും അത്യാവശ്യമാണ്. ഈ 2 നിർദ്ദേശങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ അപകടകരമായ കണ്ടെയ്നറുകൾ വല്ലതും നമ്മുടെ എൽസാത്രിയുടെ കാര്യത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തെടുക്കാൻ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ കപ്പൽ കമ്പനിയോട് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടേണ്ടതുണ്ട്. അപകടത്തിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമങ്ങൾ വേണം. കപ്പലിലെ വോയിസ് ഡേറ്റ റെക്കോർഡർ, ക്യാപ്റ്റൻ്റെയും ചീഫ് ഓഫീസറുടെയും ഒക്കെ പക്കൽ ലോഗ് ബുക്ക് കണ്ടെടുക്കുക, എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ ഉണ്ടാവണം. ഇതിനൊന്നും നമ്മുടെ അധികാരങ്ങളൊന്നും എല്ലാം കേന്ദ്രത്തിൻ്റെതാണെന്ന് കൈമലർത്തിയിരിക്കാൻ നമുക്കൊരു സംസ്ഥാനം എന്നുള്ളത് കഴിയില്ല.